മറ്റ് SBT മൈത്രി കുടുംബാംഗങ്ങളെ 3 വർഷമായിട്ട് ഞങ്ങൾ സാധുക്കളായിട്ടുള്ള ആൾക്കാർക്കുള്ള ദൈനംദിന ചെലവുകൾക്ക് അതുപോലെ തന്നെ ചികിത്സാ ചെലവുകൾ കുട്ടികളുടെ 3 വർഷം കൊണ്ട് ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ മെമ്പർമാരുടെ മാത്രം എടുക്കുന്ന സമാധാനമാണ്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ എന്താണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഡോക്ടർക്ക് മഹത്വമായ. ഇത് കൂടാതെ ഇന്നിവിടെ ഈ ക്യാമ്പിന് എത്തിച്ചേർന്നിട്ടുള്ള രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുണ്ട്, അവിടുത്തെ നഴ്സിംഗ് സ്റ്റാഫുണ്ട്, മറ്റുള്ള ടെക്നീഷ്യൻസ് ഉണ്ട്. ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ശ്രീ ശ്രീകുമാർ, ഇവിടെ ശ്രീ മാത്യൂസ് ജോൺ, SBT കുടുംബാംഗങ്ങളെ, വിവിധ ആശുപത്രികളിൽ നിന്ന് എൻ്റെ ഈ മെഡിക്കൽ ക്യാമ്പ് മൈത്രി എന്നുള്ള മനോഹരമായ പേരിട്ട് മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യാം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു, ഒരുപാട് പേർക്ക് ചികിത്സാ സഹായം നൽകി. ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് വളരെ സജീവമായ ഇടപെടലുകൾ നടത്തുകയാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും എന്നുള്ള വലിയൊരു സന്ദേശമാണ് ബാക്കി റിട്ടയർ ചെയ്തവർക്ക് കൂടി നിങ്ങൾ കൊടുക്കുന്നത്. മാത്രമല്ല, ഈ സൗഹൃദങ്ങൾ നിലനിർത്താൻ, അല്ലേ, പഴയ കാലത്തുണ്ടായിരുന്ന ബാങ്കിലേക്ക് ജോലി ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടി ഉള്ളൊരു വലിയ ശ്രമം കൂടിയായി ഇതിനെ കാണുന്നു. എനിക്ക് തോന്നുന്നു അത് നമ്മളെ കൂടുതൽ ആവേശഭരിതരാക്കുകയും ചൈതന്യവരാക്കി മാറ്റുകയും അത് നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണം. വെറുതെ കയറി ആ വീട്ടിൽ കയറി ആ ചാരികസരിൽ ഇരുന്നാൽ തന്നെ ഡോക്ടർക്ക് അറിയാം വഴി കൂടി പോണ അസുഖങ്ങളൊക്കെ കൂടി കയറി വരും, ഇല്ലേ? ആ കസേര എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച കസേര. സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ കസേരയിലാണ് കയറുന്നത്. അത് കയറിക്കഴിഞ്ഞാൽ വഴി കൂടിയുള്ള പോണ അസുഖങ്ങളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്ന ഒരു കസേരയാണ്. ഇതൊന്നുമില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ. ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു, കുറച്ച് ആളുകളെ സഹായിക്കുന്നു. അതൊക്കെ നമുക്കൊരു വലിയ സംതൃപ്തി നൽകുന്ന ഒരു കാര്യങ്ങളാണ്. എൻ്റെ ഒരു അനുഭവം, ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ തീരുമാനം എടുത്താൽ പൈസയൊക്കെ പുറകെ വരും, ഇല്ലേ?
നമ്മളെ നിശ്ചയദാർഢ്യമാണ്. അത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ സഹായിക്കാനൊക്കെ ആൾ വരും, പൈസയൊക്കെ പുറകിൽ വരും. നമ്മൾ ആ തീരുമാനത്തോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ ആ തീരുമാനമാണ് നിങ്ങളെടുത്തത് നിശ്ചയദാർഢ്യത്തോടുകൂടി. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും SPT മൈത്രിയിലെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വിവിധ ആശുപത്രികളിൽ നിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരെയും സ്റ്റാഫിനെയും പ്രത്യേകമായി നന്ദി പറയും. അത് നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പറവൂരിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതിന് ഞാൻ പ്രത്യേകമായി നന്ദി നിങ്ങളോട് എല്ലാവരോടും പറയുന്നു. പറവൂരിലെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് നിർബന്ധിച്ച് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം. അവരോട് നന്ദി പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതാണ്. അപ്പോൾ ഇത്രയൊക്കെ ആളുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മൈത്രിയുടെ ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെയും നേതൃത്വം നൽകിയിട്ടുള്ള ഈ ഹോസ്പിറ്റലിലെ പ്രത്യേകം ഈ ചടങ്ങിന് എല്ലാവരും ആശംസ. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ SBT മൈത്രി എന്ന ആ കുടുംബ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കാരണം SBT എന്ന് പറയുന്ന അവരൊരു കുടുംബമായി തന്നെ ഇന്ന് റിട്ടയർഡ് ചെയ്ത എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട്, അതായത് നമ്മുടെ സമൂഹത്തിന് ഭാഗമാക്കിക്കൊണ്ട് തന്നെ വലിയ പ്രവർത്തനങ്ങൾ, കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിലും ഇന്നിപ്പോ ഇനി ഒരു നിർധന കുടുംബത്തിന് ഒരു വീട് വരെ വെച്ച് കൊടുക്കുന്നതിലേക്ക് ഈ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മറ്റ് എല്ലാവർക്കും, നമ്മുടെ സമൂഹത്തിനും മറ്റെല്ലാ സംഘടനകൾക്കും എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നിവിടെ ഏറ്റവും വലിയ വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. 29 വയസ്സ്, അതിലാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ശക്തിയുള്ള സമയം. 30 വയസ്സാകുമ്പോൾ അവിടെ ഒരു പോസ്റ്റ്, 30 കഴിഞ്ഞാൽ ആ ഗ്രാഫ് വയ്യെ താഴ്ത്തേക്ക്. അവിടെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട വിഷയം. ആ ഗ്രാഫ് എത്ര സ്റ്റീപ്പായിട്ട് പോകണം അല്ലെങ്കിൽ അത്ര സ്റ്റീപ്പായിട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ ആസ്മ മുതലായ അസുഖങ്ങളൊക്കെ കൂടുതലും ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പുകവലിക്കാതിരിക്കാമല്ലോ, അമിതമായിട്ട് കണ്ണുപിടിക്കാതിരിക്കാമല്ലോ, ബാലൻസ്ഡായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ, ദിവസവും എക്സർസൈസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇതൊക്കെ ചെയ്യാതെ ഉണ്ടാകുന്ന അസുഖം നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന അസുഖം. പറവൂരിൽ ക്യാമ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം പറവൂരിലും പരിസര പ്രദേശങ്ങളിലും സഹായം അർഹിക്കുന്നതും മെഡിക്കൽ ആവശ്യങ്ങളുള്ളതുമായ സാധാരണക്കാരായ ഒരുപാട് ആളുകളുണ്ട്. പറവൂരിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രവർത്തകരാണ്. അവർക്ക് നേതൃത്വം നൽകിയത് ശ്രീ രമേശനാണ്. രമേശനും ശിവശങ്കരനും ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് പറവൂരിലുള്ള SBT മൈത്രി പ്രവർത്തകരെയും റിട്ടയർ ചെയ്ത മറ്റ് ഓഫീസർമാരെയും സ്റ്റാഫുകളെയും ഒന്നിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. അമിതമായ ഞാൻ രേഖപ്പെടുത്തിക്കൊടുത്തു. നന്ദി കടപ്പാടും പ്രത്യേകം രേഖപ്പെടുത്തുന്നു.